പലതരത്തിലുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ചില ആളുകൾ ചിലത് ഈ ഭൂമിയിൽ നിന്ന് പഠിക്കാനായിട്ട് വരും. അവർ പഠിച്ചുകൊണ്ടേയിരിക്കും. ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ വരും. അവരും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. ചില ആളുകൾ എൻജോയ്മെൻറ്റിന് വരും. അവർ എൻജോയ് ചെയ്ത് ഇതിലൊന്നും പെടാതെ ദൈവം മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങൾ അത് കാണാതെ പോയി ജീവിതം നരകതുല്യമായി ജീവിക്കുന്ന ആളുകളുമുണ്ട്. അങ്ങനെ പലതരം ആളുകളും നമ്മുടെ ചുറ്റിലുണ്ട്. നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ചില ആളുകൾ, പക്ഷേ അവർക്ക് സാധിക്കുന്നില്ല. ഫിനാൻഷ്യലി അവർക്ക് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ആരോഗ്യപരമായി അതുപോലെ ബന്ധങ്ങളിലും പല പ്രോബ്ലംസ്. ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ആളുകൾ എന്താ കരുതുക? നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ, സാമ്പത്തികമായി ഉയർന്നെങ്കിൽ അതിനുവേണ്ടി അവർ രാപ്പകല്ലാതെ കഷ്ടപ്പെടുന്നു. പക്ഷേ ജീവിതത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ട്. എന്നിട്ടും കർമ്മ അക്കൗണ്ട് കൂട്ടിവെക്കാനായി വരുന്ന ചില ആളുകൾ, അവർക്കൊറ്റ ലക്ഷ്യമേ കാണുകയുള്ളൂ. കുറേ പൈസ ഉണ്ടാക്കണം, അടിച്ചു പൊളിക്കണം. അവർ ഈ കർമ്മ അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ വിശ്വസിക്കില്ല. കാരണം അവർ കമ്മിറ്റ്മെൻറ്റ് ചെയ്ത് വന്നത് ഇതിനാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷെ മറ്റുള്ള ആളുകളുടെ വേദനയോ പ്രയാസങ്ങളോ ഒന്നും മനസ്സിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥ അവർക്കുണ്ടാവില്ല. പക്ഷേ എന്ത് കാര്യമാണെങ്കിലും ശരി, ഈ ലോകത്ത് നമ്മൾ ജനിച്ചു വീണിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു കാരണമുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും ഒരു കാരണം ഉണ്ട്. നമ്മൾ കമ്മിറ്റ്മെൻറ്റ് ചെയ്ത് വന്നതാണ്. ഇന്ന കാര്യം ഞാൻ ഇവിടെ ഇരുന്ന് പഠിച്ചു കൊള്ളാം, ഇന്ന കാര്യം ഞാൻ ചെയ്തു കൊള്ളാം. അതിൽ പെടുന്നതാണ് നമ്മൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം തന്നെ. പക്ഷേ ഒരു വ്യക്തിക്ക് റിയലൈസേഷൻ വരുമ്പോൾ, ബോധം വരുന്ന സമയത്ത്, അവൻ കോൺഷ്യസ് ആവുന്ന സമയത്ത് അവന് തിരിച്ചറിയാൻ പറ്റും, ഇതെല്ലാം എൻ്റെ കർമ്മയിൽ പെടും. ഞാൻ പോസിറ്റീവായി ഇരുന്നാൽ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ, എങ്കിലേ ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. മെറ്റീരിയൽ വേൾഡ് ജീവിക്കണമെങ്കിൽ നമ്മളുടെ കയ്യിൽ അത്യാവശ്യം നമുക്ക് എന്ത് വേണം? മണി വേണം. ആ പണത്തിന് നല്ല കാര്യങ്ങൾക്ക് ചിലവാക്കുമ്പോഴാണ് അതിന് മൂല്യം കൂടുന്നത്. പണം ഒരുപാട് ഉണ്ടായെന്ന് കരുതി സ്വഭാവത്തിൽ നല്ല സ്വഭാവം ഉണ്ടാകണമെന്നില്ല. പക്ഷെ പലർക്കും അതറിയില്ല. അവരെന്തെല്ലോ കാണിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, അവരെ കർമ്മ അവർ കൂട്ടിവെക്കുന്നു. ഇതിലൊന്നും പെടാത്ത ആളുകളും ഉണ്ട്. കയ്യും കാലും അനക്കാൻ പറ്റാതെ തളർന്ന് കിടക്കുന്ന ആളുകൾ. അവരെന്താ കരുതുക? എങ്ങനെയും